മേനോ സാർ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഇത് മനസ്സിലായില്ലേ? ബാലു എന്റെ അനിയന്റെ മോനാ. ഇത് മനസ്സിലായില്ലേ? എന്റെ വല്യച്ഛനാ. അതല്ലേ ഞാനും പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ. പക്കല്ലേ? ഗുഡ് മോർണിംഗ് സാർ. വാ വാ വാ. അല്ല അവനെവിടെ? വേന്ദ്രൻ, മാനവേന്ദ്രൻ. മനു സാർ അല്പം തിരക്കില്ല, ഒരു എമർജൻസി മീറ്റിംഗ്. മനസാറിന്റെ എമർജൻസി ഒക്കെ എനിക്കറിയാം. ഓവർ ടൈം ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് വല്ലിച്ച? സ്വന്തം വിവാഹത്തിന്റെ 1ാം വാർഷികം പാവ രഞ്ജു വെഡിങ് ആനിവേഴ്സറി കേക്കും വാങ്ങി വെച്ച് മെഴുകുതിരിയും കൊളുത്തി കാത്തിരിക്കുക. ഈ മണക്കൂസ് പെണ്ണിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അയ്യോ സാറുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനസ്സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. പനിനീർ പൂ പോലെ മൃദുലമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം. ഇല്ല കിച്ചു? അതെ അതെ. രഞ്ജു ചേച്ചി കാത്തിരിക്കുമെന്നും ഇന്ന് ഒരു മീറ്റിംഗിനും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തിയില്ലല്ലോ. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നല്ലോ. അവിടെ ഇല്ലല്ലേ? ഞാൻ ഗസ്റ്റ് ഹൗസിലേക്കും വിളിച്ചു. അവിടെയും ഇല്ല. അപ്പൊ ക്ലബിൽ വിളിക്കായിരുന്നില്ലേ? വിളിച്ചില്ല. അവിടെയും ഇല്ല. ഞാൻ നേരിട്ട് പോയിരുന്നു. കുഴഞ്ഞു. അപ്പൊ അതെ കറക്റ്റ്. മനു സാർ അവിടെ കൊണ്ടെന്ന് ഞങ്ങളും പറഞ്ഞില്ലല്ലോ. ലഗൂൺ പാർക്ക് ഹോട്ടലിലെ മീറ്റിംഗ്. ലഗൂൺ പാർക്കിലാണോ മരിയ പാർക്കിലാണോ? ലഗൂൺ പാർക്ക്. ലഗൂൺ പാർക്കിൽ. എന്തോ ഊണ് കഴിക്കാൻ വരൂ. മനുവേട്ടൻ വരില്ല, എന്തോ തിരക്കാത്രേ. വരില്ല. നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. എന്താ ചെയ്ത്? ഇവര് അന്യരൊന്നല്ലല്ലോ. എന്റെ പൊന്നു മോളെ, നിനക്ക് അവൻ ഇനിയും മനസ്സിലായില്ലല്ലോ. ഇവളോട് ഇഷ്ടം തോന്നിട്ടൊന്നല്ല പരമേശ്വര. എന്റെ മടിശീലയിലെ ചക്രം കണ്ടിട്ട് അവൻ ഇവളെ കയറി പ്രേമിച്ചത്. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പൊ പിടിച്ച് പുറത്താക്കി വേറെ കെട്ടിച്ചു വിടും ഞാൻ ഇവളെ. ആ സിംഗപ്പൂർ ചക്കൻ ഇപ്പോഴും തയ്യാറാ. എന്നിട്ട് ആ സ്ഥാപനം ഞാൻ ഇവനെ ഏൽപ്പിക്കും. ഞാൻ അതൊന്നും മോഹിച്ചിട്ടല്ല. ഞാൻ മോഹിച്ചു. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുവേട്ടന്റെ ജോലിയും തിരക്കൊക്കെ എനിക്കറിയാം. പരമേശ്വര മാമേ, കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ മനുവേട്ടനോടുള്ള ഈ ദേഷ്യം. അതിന് സപ്പോർട്ട് ചെയ്യണ്ടേ ഇവിടെ ഒരാളും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് അടപ്രഥമം കൂട്ടി ഉണ്ടിട്ട് പോയാ മതിയുടെ പിള്ളേരെ. അവന്റെ പാട്ടിന് കൂത്താടുന്നത് നിങ്ങൾ കുറച്ച് പേരാണെന്ന് എനിക്കറിയാം. എന്റെ മരുമകൻ അതിന് ശേഷമല്ലേ അവൻ നിന്റെയൊക്കെ മുതലാളിയായത്. അത് പോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ? വാ. എന്ത് മീറ്റിംഗ് ആണെന്നാ പറഞ്ഞേ? ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ ആദ്യം ഈ സ്പോൺസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, മോഡൽസുമായിട്ടുള്ള മീറ്റിംഗ്, ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ മീറ്റിംഗ് എല്ലാ ശ്രദ്ധയും ബുദ്ധിയും മീറ്റിംഗ് അല്ലേ? അല്പം തെറ്റിയാണ്ടല്ലോ. കവിതകൾ എന്റെ ബലഹീനതയാണ്. സ്ത്രീയെക്കുറിച്ച് പ്രശസ്തനായ ഒരു ആംഗലേയ കവി പാടിയത് എനിക്കറിയൂ. ഇല്ല. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. എത്ര പെട്ടെന്നാണ് ഞാൻ ആനിയെ അറിഞ്ഞത്. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ, എന്നെന്നും ഇങ്ങനെ ഒന്നായി കഴിയാൻ ഒരു നൂൽ ബന്ധമായി ഈ ചെയിൻ ഇരിക്കട്ടെ. 22 ക്യാരറ്റ്സാ. ഇനി മുതൽ അങ്ങോട്ട് ഐ മാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റ് ആയിരിക്കും ആനി. ഐ അഷ്വർ യു. ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി കുപ്പൺ താമസിക്കുന്ന മാളം. ചെന്ന് മകടി ഊതി ഇറക്കിക്കൊണ്ടുവാ. ആരോടത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത് പുരുഷന്മാർക്ക് എന്താ കാര്യം? താൻ പുരുഷനല്ലേ? ഞാൻ വാച്ച്മാൻ. ഓഹോ, മാനാണല്ലേ. ഞാൻ വിചാരിച്ചു മയിലാണെന്ന്. ചില ചേട്ടന്മാരെന്നെ സ്നേഹം കുടുംബം മയിലേ എന്ന് വിളിക്കും. മയിലേന്ന് അല്ലേ? മയിലേ മയിലല്ല, മാനേ. ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന്. ഓ, അതവിടെ ഇരുന്നോട്ടെ. നീ തനിക്കിവിടെ ആരെയെ കാണണ്ടേ? പിന്നെ പേര് മറന്നു പോലും. എന്താ അവളുടെ പേര്? അതെങ്ങനെ എനിക്കറിയാം. രമണി, സരള, സരസു. രമണി സരളൊന്നുമല്ല. അപ്പൊ എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. രമണിക്ക് എന്താണ് കുഴപ്പം? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പോടോടുന്നു. അതെ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ? ഇവിടെ എല്ലാം സുന്ദരിമാരാ, ഞാനടക്കം. കൊതിയൻ. അതകിലേ കുട്ടിയെ തന്നെയാ കാണേണ്ടത്. താനിങ്ങോട്ടാ പോന്നെ? താനിവിടെ നിന്നിട്ടാ മതി. മാരീഡാണോ? അല്ല. ഞാനിപ്പൊ വരാം. വരണം. വരാടി. എന്നെ ഓർമ്മയില്ലേ? ലക്കി കൂപ്പൺ. പിന്നെ ഓർക്കാതെ എന്താ ഇവിടെ? ഹായ് അഖില, ഞാൻ ലാൽ, ജീവൻ ലാൽ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? എവിടെ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാരീഡാണോ? അമ്മ? അപ്പൊ ലവ് മാരേജ് ആണല്ലേ? ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരിക്കുന്നത്. അല്ല, ഞാൻ ഈ കർച്ചീഫ് തരാൻ വന്നതാ. കളഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. അല്ല, ഈ കർച്ചീഫ് കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറയുക. അല്ല, അന്ന് ബസ് കയറുമ്പോ അഖില അറിയാതെ ഇത് നിലത്ത് വീണു. ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു. സൂക്ഷിച്ചു വെച്ചിരിക്കായിരുന്നു. താങ്ക് യു. എന്നാലും ഇതിനു വേണ്ടി മെനക്കെട്ട്. എന്ന് വരട്ടെ. ബൈ ബൈ. അല്ല അഖില, കിച്ചു, അഖില എന്താ? കർച്ചീഫ് തിരിച്ചു തന്നതിന് ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? പറയട്ടെ. കമോൺ. ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് an outing, അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആയോ? പകുതി ഓക്കെ. അപ്പൊ ബാക്കി പകുതി
എനിക്ക് പണി കൂടി. എന്റെ ലൂട്ടി കഴിഞ്ഞു. ഓടി പന്നിച്ചി. വെറുതെ കൊതിപ്പിച്ചു ദുഷ്ടൻ. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒന്നും ഫലവത്താവില്ലെന്നാ പറയാറ്. എന്നാലും ഞാൻ സ്വപ്നം കാണും, അതിന് ചെലവൊന്നുമില്ലല്ലോ. ആ കേക്കട്ടെ, എന്തൊക്കെയാ തന്റെ സ്വപ്നങ്ങൾ? കിച്ചുവിനെ പോലെ ഒരുപാടൊന്നുമില്ല. ഒരേ ഒരു സ്വപ്നം. സ്വപ്നമെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സസ്പെൻസ് ഇടാതെ കാര്യം പറയടോ. ദേ, ആ കാണുന്ന വീട് കണ്ടോ? വീടോ? അതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം. എന്തിനാ ചിരിക്കുന്നത്? സിറ്റിയുടെ നടുക്കുള്ള ആ വീടിന് എന്ത് വില വരുമെന്നറിയോ? കുറഞ്ഞത് 1 കോടി. ആയിക്കോട്ടെ. കയ്യിലാകെ ഉള്ളത് മോഡലിംഗ്, എന്നിട്ടും സ്വപ്നം ചില്ലറയൊന്നുമല്ല. അതെ, അതിൽ കുറഞ്ഞ ഒരു സ്വപ്നവും എനിക്കില്ല. അത് ശരി. ഇനി ഈ സ്വപ്നം സഫലമായില്ലെങ്കിൽ എന്ത് ചെയ്യും? കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കും, എന്നിട്ടത് സ്വന്തമാക്കും. അങ്ങനെ ഒരാൾ വരണ്ടേ? വന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാനങ്ങ് പ്രേമിക്കും. ഓ, എന്തൊരു ബുദ്ധി. എന്നാലും വെറുതെ ഒന്ന് സങ്കല്പിക്കേ. ഓക്കെ. തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കോടീശ്വരനല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരനുമായി താൻ പ്രണയത്തിലായി. അല്ല, ജസ്റ്റ് ഇമാജിൻ. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 ദുർബലർ ചേർന്നാൽ ഒരിക്കലും ഒരു സ്വപ്നവും പൂവണിയില്ല. അതാണ് എന്റെ കണ്ടെത്തൽ. ഏയ്, എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. താൻ വളരെ ഫ്രാങ്കാ. വലിയൊരു സത്യം എത്ര സിമ്പിളായി പറഞ്ഞു. ഹേ കിച്ചു, എന്റെ സ്വപ്നം ഫലിക്കോ? ദേ, അത് കണ്ടോ? പുതിയൊരു പുലരിയായി തിരിച്ചു വരാൻ ആഴിയിലേക്ക് ആണ്ടുപോകുന്ന സൂര്യൻ. ഈ സമയത്ത് ചിന്തിക്കുന്നൊക്കെ ഫലിക്കുന്ന പറയാ. പറഞ്ഞു ഞാൻ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇത് കൊള്ളാം. നീ ഇതെവിടെയായിരുന്നു? ഞാൻ സ്റ്റേജിന്റെ പുറകിൽ ഒന്ന് റോന്ത് കിട്ടി. അവിടെ ആവുമ്പോ മൊത്തമായിട്ട് കാണാമല്ലോ. പല ഷേപ്പിലല്ലേ പീസുകള്. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട അറിയാ, കുളിര് കോരിപ്പോയി. അങ്ങോട്ട് വാ. വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. ഇതിനൊരു 40 മാർക്ക് ഞാൻ കൊടുക്കും. നീയോ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. തൊലി വെളുപ്പ് മാത്രമേ ഉള്ളൂ. ടീച്ചേഴ്സ് പോരാ. ടീച്ചേഴ്സ് അല്ലടാ, ഫീച്ചേഴ്സ്. എടാ കിച്ചു, ഇത് നിന്റെ ലക്കി കൂപ്പണല്ലേ? ഇത് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നു? ഇതിന്റെ ഫീച്ചേഴ്സ് ഓക്കെയാണോ? ഡബിൾ ഓക്കെ. എങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് മാർക്കല്ല, എന്റെ മനസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞില്ലേ? ഷീസ് നൈസ്, ബ്യൂട്ടിഫുൾ. ഇവളെ നമുക്ക് വേണം. എത്ര പ്രതിഫലം ചോദിച്ചാലും കൊടുത്തരെ. കമ്പനിയുടെ പ്രസ്റ്റീജിയസ് മോഡലാക്കണം ഇവളെ. കറക്റ്റ്, ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? എന്നാൽ അവളെ ഡീറ്റെയിൽസ് ചോദിച്ച് ഫിക്സ് ചെയ്യ് ഇപ്പൊ തന്നെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുമോ?